എല്ലാവർക്കും കിക്ക് ബാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2 റോട്ടി ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിൻ്റെ പേര് ഒന്ന് പൊട്ടറ്റോ സ്റ്റഫ്ഡ് കുൽച്ചയും മറ്റൊന്ന് പാലക് ചീസ് റോട്ടിയും. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ആയിട്ട് ഉപയോഗിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിന്നറിനായിട്ട് ഉപയോഗിക്കാം. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്ന് തന്നെ ഇല്ല, ചൂടോടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. പിന്നെ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മീൻ ചട്നിയോ അല്ലെങ്കിൽ ഒരു റൈത്തായോ ഒക്കെ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നത് തന്നെയാണിത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കണ്ടു. നമ്മൾ ആദ്യം ചെയ്യുന്നത് പൊട്ടറ്റോ സ്റ്റഫ്ഡ് കുൽച്ചയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. കാരണം അത് നമ്മൾ ഈസ്റ്റ് കുഴച്ചിട്ട് ആ മാവൊന്ന് പൊങ്ങേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് മൈദ ഞാൻ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതായത് ഇപ്പം ഏകദേശം 250യുടെ 2 കപ്പ്, ഇപ്പോൾ 1/2 കിലോ ഉണ്ട്. പിന്നെ വേണ്ടുന്നത് ഇളം ചൂടുള്ള പാല്, അത് ഞാനൊരു 3/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഈ പാലിലേക്ക് ഇടാൻ വേണ്ടുന്ന 1 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ ഈസ്റ്റ് നമുക്ക് 1 ടീസ്പൂൺ ഈസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഒരല്പം ഉപ്പും കൂടെ വേണം ഇതിന്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് ഈ പാലിലേക്ക് ഈ 1 ടീസ്പൂൺ ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്തൊന്ന് പൊങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ആ ഇളം ചൂടുള്ള പാലിൽ ഞാൻ ആ ഈസ്റ്റ് ഇട്ടു, 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടു, ആ പഞ്ചസാരയും ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ പൊട്ടറ്റോ സ്റ്റഫ്ഡ് കുൽച്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് പൊട്ടറ്റോ വേണം. അപ്പോൾ ഞാനൊരു 250 ഗ്രാംസ് പൊട്ടറ്റോ ഇതുപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാഷ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഞാനൊരു സ്വല്പം, അതായത് ഒരു 2 ടേബിൾ സ്പൂണ് മല്ലിയും ജീരകവും രണ്ടും കൂടെ ചേർത്ത് ഒരു 2 ടീസ്പൂൺ കാണും, അതൊന്ന് വറുത്ത് വെച്ചിരിക്കുക. ഇത് നമുക്കിനി പൊടിച്ചെടുക്കണം. അതുപോലെ ഒരു ടീസ്പൂണ് ഗരം മസാല എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മല്ലിയില ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളക് ഇതുപോലെ ഞാനൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മല്ലിയും ജീരകവും ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് പൊടിയേണ്ട കാര്യമില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ ഈ പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഒന്ന് നന്നായിട്ട് ഉടച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ഈ മല്ലിയിലയും കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഞാൻ ഓൾറെഡി ഇട്ടു. ഇനി ഇതിൽ നിന്ന് കുറച്ച് മല്ലിയിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി ചാട്ട് മസാല ഉണ്ടെങ്കിൽ അതിട്ടാലും നല്ലതായിരിക്കും. ഇപ്പം നമ്മുടെ ഈസ്റ്റൊക്കെ നമ്മൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മാവിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് ഈ ഈസ്റ്റ് വിട്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. ഇപ്പോൾ പോരാത്തതിന് നമുക്ക് വെള്ളം ചേർത്തും കൂടെ കുഴയ്ക്കാം. ഇപ്പോൾ ഈസ്റ്റ് ഞാൻ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പോരാത്തതിന് നമുക്ക് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഏകദേശം നമ്മൾ 1 കപ്പോളം വേണ്ടി വരും. അത് നമ്മൾ നോക്കി കുഴയ്ക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ എത്ര വേണമെന്ന്. ഇത്തിരി ലൂസായിട്ടിരിക്കണം, തീരെ അങ്ങ് ടൈറ്റായിട്ടുള്ളതല്ല, ഇത്തിരി ലൂസായിട്ടുള്ള മാവായിരിക്കണം. നമ്മുടെ മാവൊക്കെ നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് 1 മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ ഈ മാവ് ഫെർമെൻ്റ് ആവാൻ വെച്ചിട്ട് 1 മണിക്കൂറായി. നമുക്കിനി ഈ മാവ് എടുത്തിട്ട് ഉരുളകളാക്കിയിട്ട് നമുക്ക് കുൽച്ചയാക്കാം. അപ്പോൾ നമ്മൾ ആ മാവ് കൊണ്ട് ഇതേപോലെ 6 കുൽച്ചയ്ക്കുള്ള മാവ് ഞാനിങ്ങനെ ബോളാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വേണ്ടുന്ന സ്റ്റഫിങ്ങിൻ്റെ പൊട്ടറ്റോ ഇതേപോലെ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയിട്ട് ഈ പൊട്ടറ്റോ ഇതിനകത്ത് വെച്ച് സ്റ്റഫ് ചെയ്ത് പരത്തി നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ ഈ കുൽച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കിച്ചൺ സ്ലാബ് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇതേപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇപ്പോൾ അത് റോളിംഗ് പിൻ വേണം തന്നെ ഇല്ല, നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തിയാൽ മതി. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോ ബോളുകൾ ഇതിലേക്ക് ഒരെണ്ണം എടുത്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യുക. കവർ ചെയ്ത് എല്ലാ ഭാഗവും നന്നായിട്ട് മൂടിയതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം. നന്നായിട്ടൊന്ന് കവർ ചെയ്യുക. അപ്പോൾ ഇത് പരത്താൻ നേരത്ത് നമ്മൾ കുറച്ചൊന്ന് എണ്ണ ഇതിലൊന്ന് തേച്ച് കൊടുത്താൽ മതി. നമ്മൾ ആ പരത്തുന്ന സർഫസിൽ നമ്മൾ ഒത്തിരി എണ്ണ ഒന്ന് തേച്ചിട്ട് ഈ റോളിംഗ് പിൻ വെച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പരത്താം. പൊട്ടിപ്പോകാതെ അധികം ബലം കൊടുക്കാതെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇത് പരത്തുന്നതോടൊപ്പം തന്നെ നമുക്ക് അടുപ്പിലേക്ക് ഒരു ദോശക്കല്ല് തവ വെച്ചിട്ട് നമുക്കതൊന്ന് കത്തിച്ച് കൊടുക്കാം. നമ്മൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ആദ്യം നമുക്ക് റോളിംഗ് പിൻ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ബാക്കി പിന്നെ നമുക്ക് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ നന്നായിട്ട് പരത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില ഇതിൻ്റെ മേളിലോട്ട് ചെറുതായിട്ടൊന്ന് തൂവി കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളക് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ആ ചില്ലി ഫ്ലേക്സും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതേപോലെ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന മല്ലി, ജീരകം,
അതും കൂടെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇതിലേക്ക് നന്നായിട്ട് ഫിക്സ് ആയിരിക്കും. ഇതേപോലെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ മാവുമായിട്ട് ഇതൊന്ന് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമുക്കിതെടുത്ത് നമുക്ക് ആ ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യാണ് ഇതിൻ്റെ ചുറ്റിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു മൂടി കൊണ്ട് ഇതൊന്ന് അടച്ചു കൊടുക്കുക. അപ്പം നമുക്ക് മറുവശം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. രണ്ട് വശവും നമ്മൾ ഇതേപോലെ സ്വല്പം ഒന്ന് നെയ്യ് ഒന്ന് തേച്ച് കൊടുത്ത് മൊരിച്ച് എടുക്കുക. നമ്മൾ ആദ്യം ഇട്ട കുൽച്ച ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഈ പൊട്ടറ്റോ സ്റ്റഫിങ്ങിന് പകരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പനീർ വെക്കാം, അല്ലെങ്കിൽ മിക്സ്ഡ് വെജിറ്റബിൾ ഇതേപോലെ ഒന്ന് സോട്ട് ചെയ്തിട്ട് അത് ഇതേപോലെ വേണമെങ്കിൽ ഫില്ലിംഗ് ആയിട്ട് വെക്കാം. ഇതുപോലെ പരത്തുമ്പം അങ്ങ് കറക്റ്റ് റൗണ്ട് ആവണമെന്നൊന്നുമില്ല. ഇത്തിരി അല്ലാത്ത ഷേപ്പായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയ പൊട്ടറ്റോ സ്റ്റഫ്ഡ് കുൽച്ച. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിൻ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മിൻ ചട്നിയിൽ നമുക്ക് തൈര് വേണമെങ്കിൽ ഒഴിക്കാം, അതും ഒരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചൂടോടെ തന്നെ ഇത് കഴിക്കണം. ഇതിപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. വളരെ സോഫ്റ്റായിട്ടുള്ളൊരു കുൽച്ചയായത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചീസ് സ്റ്റഫ്ഡ് പാലക് പരാത്തയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് ആട്ടയാണ് എടുത്തിരിക്കുന്നത്. മൈദമാവല്ല, ആട്ടമാവ് ഒരു 2 കപ്പ്, അതായത് ഒരു 1/2 കിലോ ഉണ്ട് ഇത്. അതേപോലെ തന്നെ ഒരു പിടി സ്പിനച്ച് പാലക്ക് ഞാനെടുത്ത് നന്നായിട്ട് വേവിച്ചിട്ട് അത് അടിച്ചെടുത്ത് വെച്ചിരിക്കുക. ഇനി നമുക്കിത് ചപ്പാത്തിക്ക് നമ്മൾ കുഴയ്ക്കുന്ന പോലെ അതേ പരുവത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന ഈ പാലക്ക് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് ആവശ്യത്തിന് പോരാത്തതിന് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് ചപ്പാത്തിയുടെ പരുവത്തിനൊന്ന് കുഴച്ചെടുക്കും. അപ്പോൾ ആദ്യം വെള്ളം ഒഴിക്കുന്നതിന് പകരം നമുക്ക് ഈ പാലക്ക് തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചിട്ട് വെള്ളത്തിൻ്റെ എത്ര ആവശ്യമുണ്ടോ അത് അത്രയും ഒഴിച്ചാൽ മതി. പിന്നീട് നന്നായിട്ടൊന്ന് കുഴയ്ക്കണം. ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇനി വെള്ളം എത്ര വേണം എന്നുള്ളത്. ഇപ്പം നമ്മൾ ആ സ്പിനച്ചൊക്കെ ഇട്ടിട്ട് മാവ് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിങ്ങനെ ഒന്ന് മാറ്റി വെക്കാം. ഇപ്പം ഞാൻ ആ സ്പിനാച്ചിൻ്റെ ആ ജ്യൂസ് ഒഴിച്ചിട്ട് ഒരു 1/4 ഗ്ലാസ് അത്ര എടുത്തിട്ടില്ല, 1/4 ഗ്ലാസ് ഇല്ല, ഒരു 3-4 സ്പൂണ് ഞാൻ വെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അത്രേൻ്റെ ആവശ്യമേ നമുക്ക് വേണ്ടി വന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെച്ചേക്കാം. അപ്പോൾ നമ്മൾ ഈ സ്പിനാച്ച് ഇട്ട് അഥവാ പാലൊക്കെ ഇട്ട് കുഴച്ച് മാവ് നമ്മൾ ഇതേപോലെ ഉരുളകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തി ചപ്പാത്തി ആക്കിയിട്ട് ഇതിന് നടുക്ക് നമുക്ക് ചീസിൻ്റെ ഫില്ലിങ് വെച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ. അതിലേക്ക് ഞാൻ കുറച്ച് മാവ് ഇവിടെ നിന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തി എങ്ങനെ പരത്തുന്നത് അതേപോലെ തന്നെ. ഒരു ചപ്പാത്തി ഇപ്പോൾ നമ്മൾ പരത്തി കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ എടുത്തു വീണ്ടും ഇതേപോലെ കുറച്ച് മാവ് തൂകി നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കുഴച്ച് വെച്ച മാവ് വെച്ച് ഇതേപോലെ ചപ്പാത്തി എല്ലാം ഇങ്ങനെ പരത്തി റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊരു 5-6 ചപ്പാത്തി ഇതേപോലെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ടിട്ട് വേറൊരു ചപ്പാത്തി കൊണ്ട് ഇതിനെ ഒന്ന് മൂടി ഒന്നും കൂടെ ഒന്ന് പരത്തിയിട്ട് നമുക്ക് തവയിലിട്ട് ചുട്ടെടുക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഈ ചീസ് നമുക്ക് ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു ചപ്പാത്തി വെച്ച് ഇതിനെ ഒന്ന് മൂടാം. ഇതേപോലെ നന്നായിട്ടൊന്ന് മൂടിക്കൊടുക്കുക. എന്നിട്ടൊന്ന് പ്രസ് ചെയ്യുക. ഈ സൈഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് രണ്ടും കൂടെ ഒന്ന് ഒട്ടിച്ച് വെക്കുക. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അതായത് ഇത് രണ്ടും കൂടെ ഒന്ന് യോജിച്ചിരിക്കാൻ വേണ്ടി മാത്രമായിട്ട് നമുക്കിതൊന്ന് പരത്തി കൊടുക്കുക. അധികം ബലം കൊടുക്കണ്ട, ചെറുതായിട്ട്. എന്നിട്ട് നല്ല ചൂടായിട്ട് കിടക്കുന്ന തവയിലേക്ക് നമുക്ക് അല്പം നെയ്യ് ഒന്ന് ഒഴിച്ച് കൊടുത്തേച്ച് നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്ന ഈ ചപ്പാത്തി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. രണ്ട് വശത്ത് അല്പം ഒന്ന് നെയ്യ് ഒന്ന് തേച്ച് കൊടുത്ത് നന്നായിട്ട് മൊരിച്ചെടുക്കുക. ഇപ്പോൾ 2 വശവും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിയേക്കാം. ഇതേപോലെ തന്നെ അടുത്ത ചപ്പാത്തി നമുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ അടുപ്പിലേക്ക് വെക്കുമ്പോഴത്തേക്ക് ഇത് വിട്ട് വരും. നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക. ഇതാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയ പാലക് ചീസ് പറാട്ട.
അതേപോലെ തന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചന്ന മസാലയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ റൈത്തയോ അതല്ലെങ്കിൽ മീൻ ചട്നിയോ വെച്ചും കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോട്ടിയാണിത്. അപ്പോൾ നമ്മളിന്ന് ചെയ്ത് നോക്കിയ ഈ 2 റോട്ടീസും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വെച്ച ആ സ്റ്റഫിങ് പൊട്ടറ്റോ ആണ് നമ്മൾ വെച്ചത്. അതിന് പകരം വേണമെങ്കിൽ നമുക്ക് പനീർ വെക്കാം. അതുപോലെ തന്നെ നമ്മൾ പാലക്ക് കൊണ്ട് ചെയ്ത റോട്ടിയിൽ നമുക്ക് അത് ചീസിൻ്റെ കൂടെ തന്നെ പൊട്ടറ്റോയും കൂടെ ആഡ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വെക്കാവുന്നതാണ് സ്റ്റഫിങ്ങിന് പകരമായി സ്റ്റഫിങ്ങിൻ്റെ കൂടെ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്.